അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ രാത്രി നിലമ്പൂർ വന്നല്ലോ. ഇന്ന് നിലമ്പൂരിൽ നിന്ന് നമ്മൾ ബന്ദിപ്പൂർ വരെ പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നിലമ്പൂർ നല്ലൊരു സ്ഥലമാണ്, തേക്കിൻ്റെ നാടാണ്. വരുന്ന വഴിക്ക് ഒരുപാട് തേക്ക് മരങ്ങളും തേക്ക് ഡിപ്പോ, വനം ഡിപ്പോ എല്ലാം കണ്ടു. പിന്നെ നല്ല സ്ഥലമാണ്. പിന്നെ നമുക്ക് പെട്ടെന്നൊരു നഗരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് അതൊരു ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസം കാണും. പക്ഷേ നല്ല സ്ഥലമാണ്, നമുക്ക് പീസായിട്ട് താമസിക്കാം. നിലമ്പൂർ വന്നതിൽ എനിക്ക് തോന്നുന്നു വലിയ നഷ്ടമൊന്നുമില്ല. കൊള്ളാം, നല്ല ഏരിയ. അപ്പോൾ ഞാൻ ഇന്ന് ഏതാണ്ട് ഒരു 6 മാസം, 1 വർഷം വരെ ആയിക്കാണ് ഞാൻ റൈഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു യൂണിഫോം, റൈഡേഴ്സിൻ്റെ യൂണിഫോമാണ് ഇത്, റൈഡിങ് പാൻറ്റും ജാക്കറ്റും ഒക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് അത് എടുത്ത് വീണ്ടും ഇട്ടു. അപ്പോൾ ഇന്ന് മുതൽ ഊർജ്ജസ്വലമായ വിജയകരമായ റൈഡ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം, 1 വർഷത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇനി ആ പോകുന്ന ഒരുപാട് പ്രാവശ്യം പോയ റോഡാണ്, എന്നാലും എല്ലാ യാത്രകളും നമുക്ക് പുതിയതായിട്ട് ഫീൽ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുതിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് ട്രാജഡീസൊക്കെ സംഭവിച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനെ ഓവർകം ചെയ്ത് വന്നതിന് ശേഷമുള്ള ഒരു റൈഡാണിത്. എന്തായാലും എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ പോയിട്ട് വീട്ടിലെത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമുക്ക് ഇന്നലെ വന്ന യാത്രകളിലൊന്നും നമുക്ക് അങ്ങനെ ഒന്നും ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. കാരണം അറിയാമല്ലോ, തിരുവനന്തപുരത്തു നിന്ന് നമ്മൾ നിലമ്പൂർ വരെ വരിക എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മൾ ആ കൊച്ചി, തൃശ്ശൂർ ഇവിടെയൊന്നും നമുക്ക് നല്ല കാഴ്ചകൾ കിട്ടാറില്ല. സാധാരണ നമ്മൾ എന്നും കാണുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ കിട്ടട്ടെ. എനിക്കൊരു വലിയ അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഗോപ്രോ, എൻ്റെ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള അഡാപ്റ്റർ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ബാക്കപ്പ് കാറുണ്ട്, കാറിലിരുന്നു കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണിക്കാം. പിന്നെ ഇറങ്ങുമല്ലോ നമ്മൾ ഇടയ്ക്കൊക്കെ, അപ്പോൾ ആ ഒരു എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നൊരു 9:30 കൂടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.
അപ്പം നമ്മൾ റൈഡ് കഴിഞ്ഞ് നേരെ ബന്ദിപ്പൂർ കൺട്രി ക്ലബ്ബ് റിസോർട്ട്. ഇവിടെ 2 റിസോർട്ടാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കൺട്രി ക്ലബ്ബും പിന്നെ ഒന്ന് JLR. നമ്മൾ കൺട്രി ക്ലബ്ബിലാണ് എടുത്തത്. നല്ല റൈഡായിരുന്നു. പിന്നെ അറിയാമല്ലോ, നമ്മൾ ഈ ഫോറസ്റ്റിനകത്ത് വളരെ സ്ലോ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഹമ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതെല്ലാം കൂടെ കൊണ്ട് വളരെ പതിയെ ഒരു 3-3.5 മണിക്കൂർ എടുത്ത് നിലമ്പൂരിൽ നിന്ന് ഇതുവരെ വരാനായിട്ട്. സോ ഫാർ സോ ഗുഡ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. ഇനി പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒന്ന് പൂളിലൊക്കെ ചാടി തിമിർത്ത് അർമാദിച്ച് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വല്ലതും ഞം. നമ്മൾ ഫോറസ്റ്റിൻ്റെ ഏറ്റവും നടുക്കാണ് ഇപ്പോൾ. അതാ അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ ഫെൻസിങ് ഉണ്ട്, ഫെൻസിങ് അടിച്ചിട്ടുണ്ട്. ആനശല്യം രൂക്ഷമാണ്. അതുപോലെ ഡോറ് തുറന്നിടാൻ പറ്റില്ല. ഡോറ് തുറന്നിട്ടാൽ ബാഗ് കാണാതെ പോവും, കുരങ്ങ് എടുത്തിട്ട് പോവും. നമ്മളിപ്പോൾ റൂമിലോട്ട് പോവുകയാണ്. ലൈറ്റ് കുറവാണ്, എന്നാലും ഉള്ള ലൈറ്റിലെടുക്കുകയാണ്. ചുറ്റും കുരങ്ങ് ശല്യം ഭയങ്കരമാണ് കേട്ടോ. ഈ റിസോർട്ടിൽ വരുമ്പോൾ എല്ലാവരും ജനലും വാതിലും ഒക്കെ അടച്ചിടണം. മുഴുവൻ കുരങ്ങുകളാണ്. ഇതാണ്ടോ ആ മേളിൽ, ഇതാ സൈഡിൽ ആ ജനലിലൊക്കെ ഉണ്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചോണം. ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇത് പിടിച്ചു വാങ്ങാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ട്. ഫുള്ള് കുരങ്ങളാണ് കണ്ടോ. നമ്മുടെ യാത്രയുടെ 3ാമത്തെ ദിവസം, അതായത് എൻ്റെ റൈഡിൻ്റെ 2ാമത്തെ ദിവസം. നമ്മളിപ്പോൾ ബന്ദിപ്പൂരാണ്, സെയിം റിസോർട്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോറസ്റ്റിനകത്തൂടെ ഒന്ന് റൈഡ് ചെയ്തിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ. അതുപോലെ ഇതിനകത്ത് ഈ റിസോർട്ടിനൊരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് വീരപ്പൻ്റെ കാലഘട്ടത്തിൽ ഉള്ള റിസോർട്ടാണ്. അന്ന് വലിയ തിരക്കൊന്നുമില്ല, അയാളെ പേടിച്ചിട്ട് ഇവിടെ ആരും വരത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ പ്രോപ്പർട്ടി പുള്ളി ഇതിൻ്റെ നേരത്തെ ഓണർ ഇപ്പോഴത്തെ ആളിന് വിറ്റു. ഏതാണ്ട് 30 വർഷത്തിന് മേളിലായി ഈ റിസോർട്ട്. പക്ഷേ കൊള്ളാം, നല്ല ഒരു പീസ്ഫുള്ളായിട്ട് നമുക്ക് തങ്ങാം. പിന്നെ ചുറ്റും ഫെൻസിങ് ഉള്ളതുകൊണ്ട് വലിയ പേടിക്കാനൊന്നുമില്ല, രാത്രിക്ക് ഇറങ്ങി നടക്കാം. പിന്നെ ഒരു നല്ല ആംബിയൻസിൽ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു അന്തരീക്ഷത്തിലൊരു ചുറ്റുപാടിൽ തങ്ങണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം. ഇവിടെ ഒന്ന് തങ്ങാം. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ അതങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ വരാം. ഇതാണ് റിസോർട്ടിൻ്റെ 30 വർഷം അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്.
ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളുമാണ് ഇപ്പോൾ അതിന് കൊടുത്തേക്കുന്നത് അവർ. പിന്നെ ഒരു ലക്ഷറി സെറ്റപ്പൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അതുപോലെ തന്നെ സർവീസ്, ഇവർക്ക് ഇത്രയും ദൂരം ഇങ്ങനെ വന്ന് പോകണം റൂമിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് സർവീസ് നമ്മൾ പെട്ടെന്ന് നമ്മൾ റൂമിൽ ഇരുന്ന് ഫോൺ വഴി ഓർഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊണ്ട് വരത്തൊന്നുമില്ല, കുറച്ച് ലേറ്റാവും. അതിനൊരു പരിമിതികളുണ്ട്. കാരണം അത്രയും നമ്മുടെ റൂം കുറച്ച് അകത്തോട്ടാണ്. അപ്പോൾ ഈ അകത്തോട്ടെന്ന് പറയുമ്പോൾ ഈ റിസപ്ഷനിൽ നിന്ന് ഏതാണ്ട് ഒരു 5 മിനിറ്റ് നടക്കണം. അപ്പോൾ അവിടം വരെ വരേണ്ട ഒരു താമസമുണ്ട്. അപ്പോൾ വന്നിട്ട് ഉടനെ വിശന്ന് ഓടി വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാന്നുള്ള ഒരു വിചാരവും വേണ്ട. കുറച്ച് റിലാക്സ് ചെയ്യും, വിളിച്ച് പറഞ്ഞ് ഒരു അരമണിക്കൂർ കൊണ്ട് സാധനം അവിടെ എത്തുള്ളൂ. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. കൊള്ളാം. രണ്ടാമത്തെ ദിവസം ഇത്. ഇനി നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ഊട്ടിക്ക് പോകും. ഊട്ടിക്ക് മസിനഗുഡി വഴി പോകണോ ഗൂഡല്ലൂർ വഴി പോകണോ എന്നാണ് ചിന്തിക്കുന്നത്. മസിനഗുഡി വഴി പോവുകയാണെങ്കിൽ അവിടെ ഈ വളരെ കുത്ത് കയറ്റമാണ്. അപ്പോൾ അത് നമ്മുടെ കൂടെ വന്നൊരാളുടെ ബൈക്ക് അങ്ങനെ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് ടേണിങ് എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് എന്താണ് അതിൻ്റെ ശരിയായ രീതിയിൽ ചെയ്യും. ഓക്കെ.